ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ രാവിലെ ഒരു 7 മണിയായപ്പോൾ എൻ്റെ കോളിംഗ് ബെല്ലിൽ വന്നിട്ട് 2 ചേട്ടന്മാർ ബെല്ലടിച്ചിട്ട് പറഞ്ഞു, വണ്ടി ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തിടണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉറക്കപ്പിച്ചിലിറങ്ങി. എന്നെ കണ്ടാൽ തന്നെ ഒരു എന്തോ ഒരു കോലമല്ലേ. അങ്ങനെ ആ ഇതിൽ പോയി ഞാൻ കാർ എടുത്തിട്ടൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ റോഡിൻ്റെ പണി നടക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്ലും പാറക്കല്ലും പിന്നെ മണ്ണും ഒക്കെ ലോറി വെയിറ്റിങ്ങിലാണ്. അപ്പം ഞാൻ വണ്ടി കൊണ്ട് പുറത്ത് ഇട്ടാൽ മാത്രമേ അവർക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് അവിടെ മണ്ണിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കാറ് പുറത്തിടണമായിരുന്നു, 2 വീലറും പുറത്തിടണമായിരുന്നു. പിന്നെ 2 വണ്ടിയും കൊണ്ട് റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തു. ക്രെയിൻ പോയതിൻ്റെ ക്രെയിനാണോ JCB ആണോ അറിയത്തില്ല. അപ്പോൾ അത് പോയിട്ട് പുറകിലേയും ഞാനും കൊണ്ട് പതുക്കെ മെല്ലെ മെല്ലെ പാട്ടൊക്കെ കേട്ട് റോഡിൻ്റെ സൈഡിൽ കൊണ്ട് ഒതുക്കി. അപ്പോഴേക്കും അശ്വതി മതിലിൻ്റെ അപ്പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വതിയുടെ വീട്ടിൽ കുറേ ചക്ക കാച്ച് നിൽപ്പുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചക്ക കഴിക്കണമെന്നും തോന്നിയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് പോയെന്ന്, എന്ത് ചക്കക്കറി വല്ലതും വെക്കാം എന്ന്. അപ്പോൾ അശ്വതി പറഞ്ഞു, ചേച്ചി എൻ്റെ വീഡിയോ എടുക്കല്ലേ, ഞാൻ കൊള്ളത്തില്ല ചേച്ചി, എന്തോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എന്നെ പറയുന്നു. അപ്പോഴേക്കും മീനാക്ഷി ഓടി വന്ന് ഒരു ചക്കച്ചുള തന്നു എനിക്ക്. നല്ല മധുരമായിരുന്നു, നല്ല വരിക്കച്ചക്കയായിരുന്നു. അപ്പം ഞാൻ താങ്ക് യു ഒക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ ചക്കച്ചുളയൊക്കെ കഴിച്ച് അവിടുത്തെ കുറേ വിഷ്വലൊക്കെ എടുത്തു. നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാലറിയാം ഈ കുളം എങ്ങനെയാണ് കിടന്നതെന്ന്. പുല്ലൊക്കെ കയറി വളരെ വൃത്തിഹീനമായിട്ടാണ് കിടന്നത്. വൃത്തിഹീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പായലും താമര പൂക്കാറുണ്ട്, ആ താമര ലാമ്പലാണ് പൂക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു കാണാനൊക്കെ. പക്ഷേ അതിനൊരു ഇതില്ല, സേഫ്റ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ 4 സൈഡ് നന്നായിട്ട് മതിലൊക്കെ കെട്ടി അവർ കെട്ടാനുള്ളൊരു പദ്ധതിയിലാണ് ഈ ഒരു കുളം ഇപ്പോൾ കിടക്കുന്നത്. ഞാനിവിടെ വീട് വെച്ച് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു കുളത്തിൻ്റെ ഈ ഒരു കുളം വൃത്തിയാക്കി ഇത്രയും ഡെവലപ്പിലോട്ട് ഞാൻ കാണുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെ ഈ സൈഡ് വഴിയും ഒക്കെ കോൺക്രീറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെന്താണ്, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുളത്തിലോട്ടൊക്കെ നോക്കി നിന്ന് പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഒരു ചൂട് ചായയൊക്കെ വെച്ച് അല്ലേ, അത് നല്ല രസമാണ്. അപ്പം ഞാൻ രാവിലെ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവിടെ എണീറ്റ് വന്ന് ആ കുളത്തിലൊക്കെ നോക്കി മീനൊക്കെ എങ്ങനെയൊക്കെയാണ് ഓടുന്നതൊക്കെ ഇങ്ങനെ നോക്കി. അതൊക്കെ എനിക്ക് എന്തോ ഒരു ബാലിശമായിട്ടുള്ളൊരു എൻ്റെ ഒരു ഡേ ബൈയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മണ്ണ് വന്ന് അടിച്ചു. അവിടെ ഫുൾ ചെളി മണ്ണായിരുന്നു, കാല് വെച്ച് നന്നായിട്ട് പൊതഞ്ഞു പോകുമായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്, ഇടിയപ്പം മുട്ടക്കറിയും. അപ്പോഴേക്കും സഞ്ജിത്ത് എണീറ്റ് വന്നു. പിന്നെ എനിക്ക് അശ്വതി കുറച്ച് ചക്കച്ചുള തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചക്ക എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, എനിക്കധികം പണിയില്ലായിരുന്നു. പിന്നെ ഞാൻ ചക്ക ചെറുതായിട്ട് അരിഞ്ഞ്, ചക്ക കറിയല്ല ചക്ക തോരൻ പോലെ വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം മീൻകറി ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസത്തെ, വേറെ തോരനൊന്നും ഇല്ലായിരുന്നു എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു മീൻകറിയുടെ കൂടെ കഴിക്കാൻ ചക്ക മാത്രം മതിയല്ലോ, വേറെ കറി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചോറ് കുറച്ചേ കഴിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ ചക്കയും മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിരുന്ന ചക്കച്ചുളയൊക്കെ കൊത്തി അരിഞ്ഞ് TV നോക്കി. TV ലൂസിഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഫസ്റ്റ് പാർട്ട് കാണുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. പിന്നെ എന്ത് ജോലി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടെ അത് ഇഷ്ടപ്പെട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കൂടുതൽ നമുക്ക് ടൈം പാസ് ചെയ്ത് പെട്ടെന്ന് ജോലി ചെയ്യാനും ചിലപ്പോൾ TV പാട്ട് ഇതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ എന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാർ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ. അങ്ങനെ അതൊക്കെ കൊത്തി അരിഞ്ഞ് ഞാൻ തേങ്ങയൊക്കെ എടുത്ത് ചിരണ്ടി തോരനൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ച്. ഇന്ന് പിന്നെ വേറെ അധിക പണിയൊന്നുമില്ല. എനിക്ക് ഈ കുക്കിങ്ങിൽ കുറച്ച് മാത്രമേ എനിക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ബാക്കി എനിക്ക് വീട് ക്ലീൻ ചെയ്യാനും പിന്നെ കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാനായിട്ടാണ് പിന്നെ ഞാൻ കൂടുതൽ സമയം നോക്കിയത്. കാരണം ഞാൻ ഒരുപാട് നേരം ഈ കുക്കിങ്ങിൽ പെട്ടെന്ന് ചെയ്യും, സ്പീഡുണ്ട് എനിക്ക്. പക്ഷേ എപ്പോഴും ഞാൻ
കിച്ചണിൽ ഇരുന്ന് അങ്ങനെ ഇരിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പെട്ടെന്ന് ജോലി തീർത്ത് 2 ദിവസത്തേക്കൊക്കെ കണക്കാക്കിയായിരിക്കും മേ ബി ഞാനിപ്പോൾ കറിയൊക്കെ വയ്ക്കുന്നത്. പിറ്റേ ദിവസം ചൂടാക്കി കഴിച്ചാൽ അപ്പോൾ അത്ര ടൈം നമ്മൾ കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ജോലിയിലോട്ട് കൂടുതൽ ടൈം നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ എല്ലാ ജോലികളും അതിൻ്റേതായ രീതിക്ക് നമുക്ക് സ്മൂത്ത് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ചക്കക്കറി വെക്കുമ്പോൾ തന്നെ ഞാൻ വേറെ ജോലിയിലും ഏർപ്പെടും. ചിലപ്പോൾ പാട്ട് കേൾക്കും, ചിലപ്പോൾ പോയി തൂത്തുവാരി ഇടും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഡസ്റ്റൊക്കെ ഉള്ളതൊക്കെ തുടച്ചൊക്കെ ഇടും. അതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ജോലിയുടെ ഇടയ്ക്ക് വീട്ടുജോലി ചെയ്യാൻ കുറച്ച് ടൈം കുറവായിരിക്കും എപ്പോഴും കിട്ടുന്നത്. പിന്നെ എന്താണ്, ചെയ്യുന്ന ജോലി നമ്മൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയും നമുക്ക് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അയ്യോ അത് പാടാണല്ലോ, കുക്കിംഗ് ഭയങ്കര കഷ്ടപ്പെട്ട പണിയാണല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ജോലിയും നമ്മളതിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ വൈബ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജോലിക്കും ഭയങ്കര ഈസി വേ ആയിരിക്കും ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമില്ലാത്ത ജോലികൾ ഞാനങ്ങനെ ചെയ്യാനും പോകത്തില്ല. അതാണ് എൻ്റെ വേറൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ സംതിങ് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി നോക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ്ങിലായിരുന്നാലും വീട്ടിലിപ്പം അലങ്കരിക്കുന്ന രീതി ആയിരുന്നാലും എല്ലാം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനൊരു കണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് എടുത്തപ്പോൾ ഈ ഡെയിലി ലൈഫ് തന്നെ എടുത്തത്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ ജോലിയൊക്കെ നോക്കി വീട്ടിലെ ഇതെല്ലാം അടുക്കി പറക്കി സെറ്റ് ചെയ്ത് വെക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സഞ്ജിത്തും അതുമാതിരി തന്നെയാണ്. അവനെയും ഞാനൊരു സിസ്റ്റമാറ്റിക്കിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. പിന്നെയല്ല അവൻ്റെ ഒരു ഇതാണ്, അവന് ഞാൻ കൊടുക്കേണ്ട വേ കൊടുത്തു, ആ വേ എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് അവൻ്റെ ചോയ്സാണ്. അതിൽ ഞാൻ ഒരിക്കലും ചെന്ന് ഇൻ്റർഫിയർ ചെയ്യാറില്ല. അവനത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവൻ്റെ ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആയിരിക്കും മേ ബി. അതല്ലാന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ റിജക്റ്റ് ചെയ്തില്ല. അതിലെനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ഞാൻ ആസ് എ അമ്മ എന്നുള്ള നിലയിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ചെയ്യിപ്പിക്കാറുണ്ട്. ഇനി അവൻ്റെ ഫ്യൂച്ചർ അവൻ്റെ കയ്യിലാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താണ്, ഞാൻ പിന്നെ ചക്കക്കറിയൊക്കെ ഉണ്ടാക്കി നല്ല സ്മെല്ല് വന്ന് അപ്പോഴേക്കും ഞാൻ പിന്നെ ചക്കക്കറിയിൽ കടുതളിച്ചിടും. കാരണം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഉഴുന്നും പരിപ്പൊക്കെയാണ് എടുത്ത് കടുതളിക്കാനൊക്കെ ഇടുന്നത് കേട്ടോ. ആ ഉഴുന്നും ചക്കയുടെ ആ ഒരു ക്രിസ്പിനെസ് വരും നമ്മൾ കഴിക്കുമ്പം. അപ്പോൾ അതൊക്കെ എനിക്കങ്ങനെ കഴിക്കാനാണ് ചക്ക ഇഷ്ടം. ചിലയിടത്ത് കടുതളിക്കത്തില്ല. അപ്പോൾ ഓരോയിടത്തും ഓരോ രീതി, ഓരോ സിസ്റ്റമാറ്റിക്കൊക്കെയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റം അനുസരിച്ച് പോകാനാണ് എനിക്കിഷ്ടം. എൻ്റെ വീട്, എൻ്റെ രീതി, അങ്ങനെയൊക്കെ. പിന്നെ ചക്കക്കറിയൊക്കെ ആയി. പിന്നെ മീൻകറി ഞാൻ ഇന്ന് വെച്ചതല്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വെച്ച ഒരു മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചൂടാക്കി. പിന്നെ എനിക്ക് കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ വേസ്റ്റ് വരുന്ന പച്ചമുളകുണ്ടല്ലോ, ഈ പച്ചമുളക് നമുക്കിതിൽ തൈരും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഉണക്കിലാക്കിയിട്ട് അതിനെ വറുത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റും മണമാണ്. അപ്പോൾ ഈ ഉണക്കലിൽ എന്തിനാണ് ഈ തൈര് ഒഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എരി കുറവായിരിക്കും. പച്ചമുളകല്ലേ, ഗ്രീൻ ചില്ലി എന്ന് പറയുമ്പോൾ ഭയങ്കര എരിയാണ്. അപ്പം മുളകിൽ തന്നെ പല രീതിയുണ്ട്. ആന്ധ്രാമുളക്, ഗ്രീൻ പച്ച കളറിൽ വരുന്ന മുളക്. അപ്പം ഗ്രീൻ പച്ചയൊക്കെ ഭയങ്കര എരിയാണ്. അപ്പോൾ ആ മുളകിനെ ഞാൻ വറുത്ത് കോരി അത് മാത്രം മതി ഞവടി കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കും. പിന്നെ നാളത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ മേടിച്ചുകൊണ്ട് വന്നതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടെയ്നർ ബോക്സിൽ ഞാൻ അടുക്കി പറക്കി വെച്ചു. പിന്നെ മീൻകറി ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിനെ ഒന്ന് തിളപ്പിച്ച് നല്ല വറ്റിച്ചെടുത്തു. കാരണം വറ്റിച്ച് ചക്കക്കറിയും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ചക്ക സീസൺ ആകുമ്പോൾ മാത്രമേ നമുക്ക് ചക്ക കിട്ടാറുള്ളൂ. അത് മാത്രമല്ല ഇത്തിരി വിഷമൊക്കെ ഇല്ലാത്ത കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചക്ക, കൂമ്പ്, തട അല്ലേ, അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നാടൻ ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചൈനീസ് ഫുഡ് അതും ഒരു ആവറേജാണ്, എന്നാലും എനിക്ക് നാടൻ ഫുഡുകളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ചക്കക്കറിയും മീനും നല്ല മണമായിരുന്നു കേട്ടോ. സത്യം നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വെച്ചത് കൊണ്ട് പറയുകയില്ല, നല്ല ടേസ്റ്റാണ്. ഒരുവിധം കുക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ അതിന് ശേഷം പിന്നെ വൈകിട്ട് 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നാളത്തേക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരി ആട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ 2 പേരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്കിനാണ് ഞാൻ ഇടുന്നത്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അരിയും ഞാൻ ഉലുവയൊക്കെ ഇട്ടാണ് മാവാട്ടുന്നത്. അപ്പോൾ ആട്ടി അത് സെറ്റ് ചെയ്ത് തലേദിവസം രാത്രി വെച്ച് രാവിലെ ആകുമ്പോൾ പിന്നെ അത് പൊങ്ങി വരുമല്ലോ. അപ്പം നാളത്തേക്കുള്ള കാര്യങ്ങളും ആയി. പിന്നെ എല്ലായിടും ഒന്ന് ഒതുക്കി ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോയി കിടന്ന് ഉറങ്ങാറുള്ളൂ. കാരണം എനിക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ എൻ്റെ അടുക്കള ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകത്തുള്ളൂ. അത് എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ. നമ്മൾ നെഗറ്റീവ് കണ്ടൊരിക്കലും നമ്മുടെ അടുക്കള വരരുത്. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം നമ്മൾ കയറി വരുന്ന അടുക്കള കാണുമ്പോൾ തന്നെ. അപ്പോൾ തന്നെ ആ ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് കാണാം എൻ്റെ ഡേ ബൈ ലൈഫിലൂടെ. അപ്പം നിങ്ങൾക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സി യു, ബൈ.